സുരേഷ് ഗോപിയുടെ ചാരിറ്റി പ്രവർത്തനങ്ങളെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിരുന്നു. വോട്ടു ലക്ഷ്യമിട്ട് മാത്രമാണ് ഇത്തരം ചാരിറ്റി പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞിരുന്നു. അതിന് വളരെ കൃത്യമായ മറുപടി സൂപ്പർ സ്റ്റാർ ഞങ്ങളുടെ വേദിയിൽ നൽകിയ പ്രധാനപ്പെട്ട വാർത്തയാണ് ഇനി പ്രേക്ഷകർക്കായി നൽകാനുള്ളത്. കാരണം ഈ ചാരിറ്റി താൻ വോട്ട് ലക്ഷ്യമാക്കിയല്ല, താൻ മത്സരിക്കാൻ ഒരുങ്ങുന്നത് തൃശ്ശൂരാണ്. പക്ഷെ താൻ ചാരിറ്റി പ്രവർത്തനങ്ങൾ ഏറ്റവും കൂടുതൽ നടത്തിയത് വയനാട്ടിലുമാണ്. ഇത്തരത്തിലുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾ കൂടുതലായി നടത്തുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഒപ്പം തന്നെ അദ്ദേഹം പറഞ്ഞു വെക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട് ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം, ഇത്തരത്തിലുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾ ഒന്നും നിർത്തില്ലെന്ന് അദ്ദേഹം പറയുന്നത്. അങ്ങനെ കരുതുന്നുണ്ടെങ്കിൽ അത് അതിമോഹമല്ല, വ്യാമോഹമാണ് എന്നാണ് സുരേഷ് ഗോപി വ്യക്തമാക്കിയിട്ടുള്ളത്. ന്യൂസ് 18 ട്രെൻഡ്സ് ആൻഡ് സ്റ്റൈൽ പുരസ്കാര വേദിയിലായിരുന്നു സുരേഷ് ഗോപിയുടെ ഏറ്റവും ശ്രദ്ധേയമായ MV ഗോവിന്ദൻ മാസ്റ്റർക്കുള്ള മറുപടി. കിട്ടിയ ചെറിയ പണമെല്ലാം അന്ന് മുതൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അവളുടെ പേരിൽ ഒരു ട്രസ്റ്റ് ഉണ്ട്. ഇത് വിളിച്ചു പറഞ്ഞ് നടക്കുന്നു എന്ന് പറയുന്ന കുറേ അവന്മാരുണ്ട്. അതിനകത്ത് പൊട്ടുന്നവന്മാർ, അതിനകത്ത് ചാരിറ്റി അങ്ങ് രാഷ്ട്രീയമായി വ്യാഖ്യാനിക്കപ്പെടും എന്ന് ഭയപ്പെടുന്നവന്മാർ. അങ്ങനെ പറയാൻ ഒക്കുമോ അവർ? അതൊരു അമാന്യതയായിട്ട് നിങ്ങൾ കാണരുത്. എൻ്റെ രോഷമാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടിത് പറയാതിരിക്കാം എന്ന് വിചാരിച്ചാൽ ഇയാൾ എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്ന ഒരു വിഭാഗവും അവരുടെ കൂട്ടത്തിൽ തന്നെയുണ്ട്. അതുകൊണ്ട് ഇത് ഒരു പബ്ലിസിറ്റി മെറ്റീരിയൽ അല്ല. നിങ്ങൾ മനസ്സിലാക്കുക, രാജ്യസഭയിൽ ഇത്രയും കാലം ഇപ്പം എനിക്ക് മാസാമാസം 25,000 രൂപ പെൻഷനുണ്ട്. ആ പണമടക്കം ഞാൻ രാജ്യസഭ അക്കൗണ്ടിൽ നിന്ന് ഒരു കാറ് വാങ്ങിയെങ്കിൽ ആ കാർ ഇന്നും ഉണ്ട്. അത് ലക്ഷ്മി ട്രസ്റ്റിലേക്കാണ് ആ കാറ് ഞാൻ സമ്മാനിക്കാൻ പോകുന്നത്. അതിൻ്റെ CC അടച്ചതും അതിൽ നിന്ന് തന്നെയാണ്. രാജ്യസഭയിലേക്കുള്ള യാത്രയ്ക്ക് ഗവൺമെൻറ് തരുന്ന ടിക്കറ്റ്, അതിന് പകരം കേരളത്തിലേക്ക് പാർലമെൻറ്റിനിടയ്ക്ക് ഞാൻ 2-3 പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിൽ, 3-4 പരിപാടിക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവരെ കൊണ്ട് എല്ലാം ടിക്കറ്റ് എടുപ്പിച്ച് അതിൻ്റെ കാശ് മുഴുവൻ ഈ ട്രസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട്. എൻ്റെ ശമ്പളത്തിൽ നിന്ന് നയാ പൈസ ഞാൻ ഇന്ന് വരെ തൊട്ടിട്ടില്ല. ഇന്ത്യയിലെ മറ്റൊരു രാഷ്ട്രീയക്കാരനെ കാണിച്ചു തരാമോ ഇതുപോലെ? ഞാൻ ഇതിൽ കൂടുതൽ എന്ത് വേണം? ഒന്ന് പറഞ്ഞു തരൂ. ഞാൻ നിങ്ങളെ ഒരു പരിച്ഛേദമായിട്ട് കാണുകയാണ്, പബ്ലിക്കിൻ്റെ ഒരു പരിച്ഛേദമായിട്ട് കാണുകയാണ്. നയാ പൈസ എടുത്തതിന് നിങ്ങൾക്കൊരു തെളിവുണ്ടാക്കി തരാമോ? ശമ്പളം എന്ന് പറയുമ്പോൾ ആദ്യത്തെ 3 വർഷം 50,000-ഉം പിന്നത്തെ 3 വർഷം 1,00,000-ഉമായിരുന്നു ശമ്പളം. പക്ഷെ അതല്ല കിട്ടുന്നത്. പെട്രോൾ ഡീസലിനുള്ള അലവൻസ് ഉണ്ട്, ഡെയിലി അലവൻസ് ഉണ്ട്. ഇതൊന്നും എടുത്തിട്ടില്ല. ഏതാണ്ട് 1,87,000 ഒരു മാസം വന്നിരുന്നതിൽ നിന്ന് 3,000 രൂപ പാർട്ടിക്ക് ലെവി അടച്ചതല്ലാതെ നയാ പൈസ അതിനകത്തുനിന്ന് തൊട്ടിട്ടില്ല. എന്നെ സിനിമയിൽ നിന്ന് ചവിട്ടി പുറത്താക്കിയ കാലഘട്ടമായിരുന്നു അത്. 2010 സിനിമ അഭിനയിക്കാൻ തുടങ്ങി. ഞാൻ വാങ്ങിയ 1-ൽ നിന്ന് ഇന്ന് 5-ലെത്തി നിൽക്കുന്നുണ്ടെങ്കിൽ അത് 3 സമയം മുതൽ ഓരോ സിനിമയിൽ നിന്ന് 25 ലക്ഷം ആ ട്രസ്റ്റിലേക്ക് ഇടുകയാണ്. ആ ട്രസ്റ്റിലേക്ക് പിരിവില്ല. ഞാൻ പോയി അമ്പലങ്ങളിൽ സ്റ്റേജിൽ കയറ്റി കലാപരിപാടികളെല്ലാം കാശ് കൊടുത്ത് നടത്തുന്ന വേദിയാണെങ്കിൽ അമ്പലങ്ങളിൽ നിന്ന് വരെ ഞാൻ 5 ലക്ഷം രൂപ വാങ്ങുന്നുണ്ട്. അത് ഈ ട്രസ്റ്റിലേക്കാണ് പോകുന്നത്. ഞാൻ എന്ത് വേണം? അവരൊക്കെ ചിലപ്പോൾ ആഗ്രഹിക്കുന്ന ഒറ്റ മറുപടി, ഞാൻ രാഷ്ട്രീയം അവസാനിപ്പിച്ചു, ഇനി രാഷ്ട്രീയത്തിനില്ല എന്നൊരു മോഹം അവന്മാർക്കുണ്ടെങ്കിൽ അത് അതിമോഹമല്ല, വ്യാമോഹമാണ്. കാരണം ഞാൻ മനസ്സിലാക്കുന്നത് ചാരിറ്റിയും സേവനമാണ്. വോട്ടെന്ന് പറയുന്നത് മുതൽ കപ്പം വാങ്ങുന്ന രാഷ്ട്രീയത്തിന് സേവനം എന്ന് പറയുന്നത് ഹൃദയത്തിൽ ഉണ്ടാവില്ല. വോട്ട് പോലും കപ്പമായിട്ടാണ് വാങ്ങുന്നത്. വാങ്ങി സേവനത്തിനിറങ്ങി പിന്നെ കപ്പ കൂമ്പാരമാണ് വാങ്ങുന്നത്. അവരുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ സേവനമുണ്ടാവില്ല. ഞാൻ വളരെ അഭിമാനത്തോടെ പറയും, അത് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഇനി
വെട്ടിപ്പൊളന്ന് കാണിക്കണമെന്ന് പറഞ്ഞാലും ഞാൻ കാണിക്കാം. അന്നേരം അത് ചെമ്പരത്തിയാണ് എന്ന് പറയരുത്. പിന്തുണയ്ക്കണ്ട, ദ്രോഹിക്കരുത്. ഇത്രയും പറഞ്ഞേ മതിയാവും. ഞാനിത് പറയണമെന്ന് വിചാരിച്ചതല്ല, ആഗ്രഹിച്ചതല്ല. നന്ദകുമാർ ഈ വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവെക്കും. നന്ദൻ, എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ ആരോപണങ്ങൾ സുരേഷ് ഗോപി നടത്തുന്ന ചാരിറ്റി പ്രവർത്തനങ്ങൾക്കെതിരെയായിരുന്നു. CPM സുരേഷ് ഗോപി ഇത്തരം തൃശൂർ ജില്ലയിലെ അടക്കം ഇത്തരം പ്രവർത്തനങ്ങളെ ഭയക്കുന്നു എന്നീ വിഷയത്തിൽ വ്യാഖ്യാനവും വന്നിരുന്നു. അതിന് മറുപടിയായാണ് ഗോവിന്ദൻ മാസ്റ്റർ ഇത്തരത്തിൽ ചാരിറ്റി പ്രവർത്തനങ്ങൾ വോട്ട് ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ് എന്ന് പറയുന്നത്. ഇതിനിപ്പോൾ വളരെ കൃത്യമായ മറുപടി നമ്മുടെ വേദിയിൽ സുരേഷ് ഗോപി നൽകിയിരിക്കുന്നു. എന്താണ് ഗോവിന്ദൻ മാസ്റ്ററോട് സുരേഷ് ഗോപി പറഞ്ഞു വെച്ചത്? രഞ്ജിത്ത്, എന്തായാലും ന്യൂസ് 18-ലെ സോഷ്യൽ മീഡിയ അവാർഡ് ദാന ചടങ്ങിലാണ് സുരേഷ് ഗോപി തന്റെ നിലപാട് വ്യക്തമാക്കുകയും മനസ്സ് തുറക്കുകയും ചെയ്തത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലായിരുന്നു എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ ഒരു പരാമർശം, ജനകീയ പ്രതിരോധ ജാഥയ്ക്കിടെ ഒരു പരാമർശം വന്നത്. തൃശ്ശൂരിൽ തൃശ്ശൂരിൽ സുരേഷ് ഗോപി സംസാരിച്ചതിന് ശേഷമായിരുന്നു എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ ആ ഒരു പരാമർശം വന്നത്. ഇത്തരത്തിൽ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്നത് രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയാണെന്നും വോട്ട് ബാങ്ക് ലക്ഷ്യമാക്കിയാണ് ഇത്തരത്തിൽ ചാരിറ്റി പ്രവർത്തനവുമായി സുരേഷ് ഗോപി രംഗത്തിറങ്ങിയിട്ടുള്ളത് എന്നതായിരുന്നു വിമർശനം. വലിയ തോതിൽ വ്യക്തിപരമായി അദ്ദേഹത്തെ വിമർശിക്കുന്ന രീതിയിലേക്ക് എം വി ഗോവിന്ദൻ കടക്കുകയും ചെയ്തിരുന്നു. അപ്പോഴൊക്കെ തന്നെ BJP വക്താക്കളും അതോടൊപ്പം തന്നെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അടക്കം ഈ ഒരു വിഷയത്തിൽ പരസ്യ പ്രസ്താവനയുമായി രംഗത്ത് വരികയും ചെയ്തു. ഇത്തരത്തിൽ സുരേഷ് ഗോപി എന്നൊരു വ്യക്തിയെ അത് അവഹേളിക്കുകയാണെന്നും അദ്ദേഹത്തിനെ വ്യക്തിപരമായി അധിക്ഷേപിക്കുകയാണെന്നും കെ സുരേന്ദ്രൻ അടക്കം രംഗത്ത് സംസാരിക്കുകയും ചെയ്തു. അതുമാത്രമല്ല, സുരേഷ് ഗോപി എന്നൊരു വ്യക്തി രാഷ്ട്രീയത്തിൽ വരുന്നതിന് മുന്നേയും ഇത്തരത്തിൽ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്ന് വ്യക്തമാക്കുകയും കെ സുരേന്ദ്രൻ ചെയ്തിരുന്നു. അതിനുശേഷം സുരേഷ് ഗോപി ഈ ഒരു എം വി ഗോവിന്ദന്റെ മാസ്റ്ററുടെ ആ ഒരു പരാമർശത്തിനെതിരെ ഇതുവരെയും പ്രതികരിച്ചിരുന്നില്ല. പക്ഷേ ന്യൂസ് 18 വേദിയിൽ അദ്ദേഹം ഈ ഒരു വിഷയം തുറന്നടിക്കുകയും ചെയ്തു. അദ്ദേഹം മനസ്സ് തുറക്കുകയും ചെയ്തു. ഇത്തരത്തിൽ ചാരിറ്റി പ്രവർത്തനം എന്നത് രാഷ്ട്രീയമല്ല. ഇതിനു മുമ്പും ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതൊക്കെ തന്നെ തൻ്റെ രാജ്യസഭ MP ആയിരുന്ന സമയത്ത് ലഭിച്ച ശമ്പളത്തിൽ നിന്നും അതിൽ നിന്നും ലഭിച്ച ഇപ്പോൾ പെൻഷൻ ലഭിക്കുന്നുണ്ട്, അതിൽ നിന്നുമൊക്കെയാണ് ഇത്തരത്തിൽ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്നത്. ഇതിനു മുമ്പും പല സിനിമാ പ്രമുഖരും സിനിമാ മേഖലയിലുള്ള വ്യക്തികളുമൊക്കെ തന്നെ ഈ വിഷയത്തിൽ കൃത്യമായ ഉത്തരങ്ങൾ നൽകിയിട്ടുമുണ്ട്. കാരണം സുരേഷ് ഗോപി എന്നൊരു വ്യക്തി ചാരിറ്റി പ്രവർത്തനം നടത്തുന്നത് രാഷ്ട്രീയം നോക്കിയോ മതം നോക്കിയോ ജാതി നോക്കിയോ അല്ല എന്നും പല ചലച്ചിത്ര പ്രവർത്തകരും അതോടൊപ്പം തന്നെ പല സാംസ്കാരിക പ്രവർത്തകരും ഒക്കെ ഇതിനു മുമ്പ് തന്നെ വ്യക്തമാക്കിയിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു. പക്ഷേ തൃശ്ശൂരിൽ നടന്ന BJPയുടെ ആ ഒരു ജനകീയ ഒരു സദസ്സിൽ, ആ ഒരു ജനകീയ റാലിയിലായിരുന്നു ഇത്തരത്തിൽ ഈ ഒരു കാര്യങ്ങൾക്കൊക്കെ തന്നെ തുടക്കമിട്ടത്. ലേറ്റായി വന്നാലും ലേറ്റസ്റ്റായി ഒരു ലേലം ശൈലിയിലായിരുന്നു BJPയുടെ ആ ഒരു റാലിയിൽ സുരേഷ് ഗോപി പ്രസംഗിക്കുകയും ചെയ്യുന്നത്. ആ ഒരു റാലിക്കിടെ മുഖ്യമന്ത്രി പിണറായി വിജയനെയും അതോടൊപ്പം തന്നെ CPM സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെതിരെയും അതിരൂക്ഷമായി തന്നെയായിരുന്നു അദ്ദേഹം വിമർശിക്കുകയും ചെയ്യുന്നത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയിലേക്ക് മത്സരിക്കുമെന്നും അത്തരത്തിലുള്ള ഈ ഒരു BJP കേരളം പിടിക്കുമെന്നും ഒക്കെ തന്നെ വലിയ തോതിൽ സുരേഷ് ഗോപി ജനകീയ സദസ്സിൽ വലിയ തോതിൽ പറയുകയും ചെയ്തിരുന്നു. അത് രണ്ട് കൈയും നീട്ടിയായിരുന്നു BJP അണികളൊക്കെ തന്നെ സ്വീകരിച്ചത്. അദ്ദേഹം വേദിയിലേക്ക് എത്തിയപ്പോൾ പോലും BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഒരു നിമിഷം അദ്ദേഹത്തിന്റെ പ്രസംഗം നിർത്തിവെക്കേണ്ടി വന്നു. അത്തരത്തിലുള്ള ഒരു ഹർഷാരവത്തോടുകൂടിയും വലിയ തോതിൽ ഒരു സ്നേഹ പ്രകടനങ്ങളുടെയും ഒക്കെ തന്നെ നടുവിലേക്കായിരുന്നു അന്ന് തൃശൂർ തേക്കുംകാട് മൈതാനത്തിലേക്ക് സുരേഷ് ഗോപി വരികയും ചെയ്തത്. അത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കാണുകയും ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് അമിത്ഷാ സംസാരിക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ സുരേഷ് ഗോപിയെ സംസാരിക്കാൻ വിളിക്കുകയും ചെയ്തു. അദ്ദേഹം വലിയ തോതിൽ രാഷ്ട്രീയമായി സംസാരിക്കുകയും ജനങ്ങളെ അടക്കം കയ്യിലെടുക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. എന്തായാലും ആ വേദിയിൽ വെച്ച് സുരേഷ് ഗോപി സംസാരിച്ചതിന് മറുപടിയുമായിട്ടായിരുന്നു എം വി ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തിപരമായി സുരേഷ് ഗോപിയെ കടന്നാക്രമിക്കുകയും ചെയ്യുന്നത്. ഇത്തരത്തിൽ ചാരിറ്റി പ്രവർത്തനം ഗൂഢലക്ഷ്യമാണെന്നും രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരത്തിൽ പ്രവർത്തനം നടത്തുന്നതെന്നും വോട്ട് ബാങ്ക് ലക്ഷ്യമാക്കിയാണ് ഇത്തരത്തിൽ ചാരിറ്റി പ്രവർത്തനം സുരേഷ് ഗോപി നടത്തുന്നതെന്നുമായിട്ടുള്ള ഒരു വിമർശനമാണ് അദ്ദേഹം ഉയർത്തുകയും ചെയ്യുന്നത്. നമുക്കെല്ലാം അറിയുന്നത് പോലെ തന്നെ സുരേഷ് ഗോപി എന്ന ഒരു വ്യക്തി BJP അണികൾക്കിടയിൽ വലിയ തോതിൽ സ്വാധീനമുണ്ടാക്കുന്നുണ്ട്. കാരണം സംസ്ഥാന അധ്യക്ഷനെക്കാട്ടിൽ കൂടുതൽ ജനകീയ ശക്തി അദ്ദേഹത്തിനൊപ്പമുണ്ട് എന്നത് തെളിയിക്കുന്നതായിരുന്നു ഇത്തരം റാലികളിൽ അദ്ദേഹത്തിന് നേടുന്ന ഒരു കയ്യടി. എന്തായാലും അതിനൊക്കെ തന്നെ മറുപടിയുമായിട്ടായിരുന്നു എം വി ഗോവിന്ദൻ മാസ്റ്റർ മറുപടി നൽകിയത്. പക്ഷേ അതിന് കൃത്യമായൊരു മറുപടി ന്യൂസ് 18 വേദിയിൽ തന്നെ അദ്ദേഹം നൽകുകയും ചെയ്തു. കാരണം ഇത്തരത്തിൽ ഓരോ ചാരിറ്റി പ്രവർത്തനം അദ്ദേഹം രാഷ്ട്രീയ ലക്ഷ്യം നോക്കി ചെയ്തിട്ടില്ല എന്നും
കിട്ടുന്ന ഓരോ പണവും അതിൻ്റെ കൃത്യമായ തെളിവുകളുണ്ടെന്നും മറ്റുള്ളവരെ വെല്ലുവിളിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ കിട്ടുന്ന പണം അത് മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിന് ആരെങ്കിലും തെളിവുകൾ ഹാജരാക്കാൻ വെല്ലുവിളിക്കുകയും അദ്ദേഹം ചെയ്യുന്നുണ്ട്. കാരണം അത്രത്തോളമുള്ള കൃത്യമായ നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചിരുന്നത്. രാഷ്ട്രീയം നോക്കിയോ അല്ലെങ്കിൽ മതം നോക്കിയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ നോക്കിയോ ഒരിക്കലും അദ്ദേഹം ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം അമിത്ഷായുടെ തൃശ്ശൂരിലെ റാലി സുരേഷ് ഗോപിയുടെ ശരിക്കുമുള്ള തൃശ്ശൂരിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കൂടിയായിരുന്നു. നന്ദൻ പറഞ്ഞതുപോലെ വളരെ പ്രധാനപ്പെട്ട ചില പ്രഖ്യാപനങ്ങൾ, വികസനമാണ് കേരളത്തിൽ BJP ലക്ഷ്യം വെക്കുന്നതെന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ അമിത്ഷായുടെ ഭാഗത്തുണ്ടാകുന്നു. കേന്ദ്ര സർക്കാർ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ കാര്യമായി തന്നെ ആ വേദിയിൽ പരാമർശിക്കുന്നു. ഒപ്പം സുരേഷ് ഗോപിയെ താൻ സംസാരിക്കുന്നതിന് മുൻപ് പ്രസംഗിക്കാൻ വിളിക്കുന്നു. സുരേഷ് ഗോപിയുടെ പ്രസംഗമാണ് കൃത്യമായുള്ള രാഷ്ട്രീയ പ്രസംഗമായിരുന്നു. ഇലക്ഷൻ ലക്ഷ്യമിട്ടുള്ള സർക്കാരിനെ കടന്നാക്രമിച്ചുകൊണ്ട് CPM സംസ്ഥാന സെക്രട്ടറി അടക്കം കടന്നാക്രമിച്ചുകൊണ്ട് ഏത് ഗോവിന്ദൻ വിചാരിച്ചാലും ഇതൊന്നും നടക്കില്ല എന്ന കൃത്യമായി ഊന്നി പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രസംഗമാണ് അന്ന് സുരേഷ് ഗോപി അവിടെ നടത്തിയത്. അതിൽ കഴിഞ്ഞ ദിവസം MV ഗോവിന്ദൻ മാസ്റ്റർ ജാഥ ആലപ്പുഴയിൽ വെച്ച് കൃത്യമായ മറുപടി നൽകുകയും ചെയ്തു. അതിനുള്ള മറുപടിയായാണ് ഇപ്പോൾ സുരേഷ് ഗോപി നമ്മുടെ വേദിയിൽ വളരെ കൃത്യമായി തന്നെ കാര്യങ്ങൾ പങ്കുവച്ചത്. സുരേഷ് ഗോപിയുടെ വാക്കുകളിലേക്ക് ഒരിക്കൽ കൂടി